അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. സഹോദരന്മാരെ, സഹോദരികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കലാമിനെക്കുറിച്ചും കെലിമത്തിനെക്കുറിച്ചും കെലിമിനെക്കുറിച്ചും പഠിച്ചു. പിന്നീട് കലാമിൻ്റെ ഭാഗങ്ങൾ ഇസ്മ്, ഫിഅല്, ഹർഫ് എന്നിവയാണെന്നും പഠിച്ചു. പിന്നെ അലാമത്തുൽ ഇസ്മിനെ തിരിച്ചറിയാനുള്ള അടയാളങ്ങൾ അത് പഠിച്ചു. ബിൽജരി വത്തൻവീനി വന്നീദ വ അൽ വമുസ്നദിൻ ലിൽ ഇസ്മി തമ്മീസുൻ ഹസൽ. പിന്നെ നമ്മൾ അലാമത്തുൽ ഫിഅല് പഠിച്ചു. ബിത ഫഅൽത വ അതത് വ യഫ്അലി വനൂന അഖ്ബിലൻ ഫിഅലുൻ യൻജലി. അതിൽ ഫിഅലിൻ്റെ അടയാളങ്ങൾ അതാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇനി ഗ്രന്ഥകാരൻ തുടർന്ന് പറയുന്നത് ഹർഫ് തിരിച്ചറിയാനുള്ള അടയാളം എന്ത് എന്നതും ഫിഅലിൻ്റെ ഇനങ്ങളുമാണ്. ഗ്രന്ഥകാരൻ പറയുന്നു, സിവാഹുമൽ ഹർഫു കഹൽ വാഫി വലം ഫിഅലുൻ മുദാരിഉൻ യലി ലം കയശം وماضي الأفعال بالتامز وسم بالنون فعل الأمر إن أمر فهم. സിവാഹുമ അവ രണ്ടും ഒഴികെയുള്ളത്. അവ രണ്ടും എന്ന് പറഞ്ഞാൽ ഇസ്മ്, ഫിഅൽ. ഇസ്മും ഫിഅലും ഒഴികെയുള്ളതെല്ലാം അതെന്താണ്? അൽ ഹർഫ്, ഹർഫാകുന്നതാണ്. നമ്മൾ ഇസ്മിനെ കുറിച്ച് പറഞ്ഞു, ഇസ്മിനെ തിരിച്ചറിയാനുള്ള അടയാളങ്ങൾ. ആ അടയാളങ്ങൾ പ്രകാരം നമ്മൾ ഇസ്മിനെ മനസ്സിലാക്കിയാൽ, പിന്നെ ഫിഅലിൻ്റെ അടയാളങ്ങൾ പ്രകാരം ഫിഅലിനെ മനസ്സിലാക്കിയാൽ അതൊഴികെയുള്ളതൊക്കെ എന്താണ്? ഹർഫാകുന്നു എന്നാണ്. അപ്പം ഹർഫിനെ തിരിച്ചറിയാനുള്ള അടയാളം, ഹർഫിനെ തിരിച്ചറിയാൻ അടയാളം ഇല്ല എന്നുള്ളതാണ് അടയാളം. കാരണം അറബി കെലിമത്തുകൾ ഒന്നുകിൽ ഇസ്മാണ്, അല്ലെങ്കിൽ ഫിഅലാണ്, അല്ലെങ്കിൽ ഹർഫാണ്. ഇസ്മിനെ തിരിച്ചറിയാൻ അടയാളങ്ങളുണ്ട്. അടയാളങ്ങൾ പ്രകാരം നമ്മൾ ഇസ്മിനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, ഫിഅലിനെ തിരിച്ചറിയാൻ അടയാളങ്ങളുണ്ട്. അടയാളങ്ങൾ പ്രകാരം ഫിഅലിനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശേഷിക്കുന്നത് അറബിയിൽ ഹർഫുകളാണ്. ആ ഹർഫുകളെ തിരിച്ചറിയാൻ പിന്നെ അടയാളങ്ങൾ വേണ്ടതില്ല, ബാക്കിയുള്ളതൊക്കെ ഹർഫുകളാണ്. അപ്പോൾ ഹർഫിന് അടയാളങ്ങളില്ല എന്നുള്ളതാണ് ഹർഫിനെ അറിയാനുള്ള അടയാളം. അദമുൽ അലാമത്തുൽ ഹർഫ്, അടയാളമില്ല എന്നുള്ളത് ഹർഫിൻ്റെ അടയാളമാകുന്നു എന്നാണ് അതിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞത്. ഏതായാലും സിവാഹുമ എന്ന് പറഞ്ഞാൽ ഗൈറഹുമ, ഇസ്മും ഫിഅലും ഒഴികെയുള്ളതൊക്കെ ഹർഫാകുന്നു. അല്ലെങ്കിൽ ഹർഫാകുന്നത് സിവാഹുമ, ഇസ്മും ഫിഅലും ഒഴികെയുള്ളതാകുന്നു. അൽ ഹർഫു സിവാഹുമ എന്ന നിലക്ക് അർത്ഥം പറയാം, അല്ലെങ്കിൽ സിവാഹുമ അൽ ഹർഫ് എന്ന നിലക്ക് അതിനെ അർത്ഥം പറയാം. ഗ്രന്ഥകാരൻ ഇവിടെ ഉദാഹരിക്കുകയാണ്, ഹർഫിന് ഉദാഹരണം പറയുകയാണ്. കഹൽ, ഹൽ പോലുള്ള, വഫി, ഫീയും പോലുള്ള, വലം, ലം പോലുള്ള, ഇതൊക്കെ ഹർഫാകുന്നു. അപ്പോൾ ഇസ്മും ഫിഅലും ഒഴികെയുള്ളതെല്ലാം ഹർഫാണെന്ന് പറഞ്ഞ് അതിനെ ഉദാഹരിക്കുകയാണ്. കഹൽ, ഹൽ പോലെ, ഹൽ ഹർഫാണ്. വ ഫിയും ഹർഫാണ്. വ ലം, ലം എന്നുള്ളതും ഹർഫാകുന്നു. എന്തിനാണ് ഗ്രന്ഥകാരൻ ഇവിടെ ഈ 3 ഉദാഹരണങ്ങൾ കൊണ്ടുവന്നത്? ഹൽ എന്ന ഒരു ഉദാഹരണവും ഫി എന്നതും ലം എന്നതും. ഇത് 3 ഹർഫിന് ഉദാഹരണമായിട്ട് കൊണ്ടുവന്നതാണ്. അത് കൊണ്ടുവന്നത് ബോധപൂർവമാണ്. ഹർഫുകൾ പല വകുപ്പുകളുണ്ട്. ചില വ്യാകരണ പണ്ഡിതന്മാർ 16 വകുപ്പിൽപ്പെട്ട ഹർഫുകളെ എണ്ണിയിട്ടുണ്ട്. 16 വകുപ്പുകളിൽ ഹുറൂഫുൽ ജർ, ഹുറൂഫുൽ ആത്ഫ്, ഹുറൂഫുൽ ഷർത്ത്, ഹുറൂഫുൽ ഇസ്തിഫ്ഹാം, ഹുറൂഫ് തഹ്ദീദ്, ഹുറൂഫ് തഅജ്ജുബ്,
ഇങ്ങനെ ഹുറൂഫുൽ ഖസം, ഇങ്ങനെ പല ഹർഫുകളെയും എണ്ണിയിട്ടുണ്ട്. ഹർഫുകൾ പല വകുപ്പുകളുണ്ട്. ഇവിടെ ഗ്രന്ഥകാരൻ 3 ഉദാഹരണങ്ങൾ പറഞ്ഞു ഹർഫിന്. ഒന്ന് ഹൽ, മറ്റൊന്ന് ഫി, മറ്റൊന്ന് ലം. ഇത് ബോധപൂർവമാണ് അദ്ദേഹം എണ്ണിയതെന്ന് പറയാൻ കാരണം ഹർഫിന് 2 വകഭേദങ്ങൾ പരിഗണിച്ചാണ് ഇവിടെ അദ്ദേഹം ഈ ഉദാഹരണം എണ്ണിയിട്ടുള്ളത്. ഗൈർ മുഖ്തസ്, മുഖ്തസ് എന്നീ വിഭജനമുണ്ട് ഹർഫുകൾക്ക്. എന്ന് പറഞ്ഞാൽ ഇവിടെ ലം എന്നുള്ള ഈ ഹർഫ് ഇത് ഫിഅലിന് മാത്രം പ്രത്യേകമായിട്ടുള്ള ഹർഫാണ്. ഫിഅലിന് മാത്രം പ്രത്യേകമായിട്ടുള്ള ഹർഫാണ്. ഫി എന്നുള്ളത് ഇസ്മിന് മാത്രം പ്രത്യേകമായിട്ടുള്ള ഹർഫാണ്. ഹൽ എന്നത് ഇസ്മിനും ഫിഅലിനും ഒരുപോലെ വരുന്ന ഹർഫാണ്. എങ്ങനെ? ലം എന്ന ഈ ഹർഫ് ഫിഅലിന് മുന്നിൽ വന്നാൽ അത് ഫിഅലിൽ സ്വാധീനിക്കും. അത് ഫിഅലിന് മുന്നിലേ വരൂ. ഫിഅലിന് മുഖ്തസ്സാണ്, പ്രത്യേകമാണ്. അപ്പോൾ മുഖ്തസ്സായ ഹർഫാണ് ലം. അത് ഫിഅലിന് മുന്നിലേ വരൂ, അത് ഫിഅലിൽ പ്രവർത്തിക്കും. അപ്പോൾ ലം എന്നുള്ളത് മുദാരിയായ ഫിഅലിന് മുമ്പിൽ വരും. യഫ്അലു, യഫ്അലു എന്ന വർത്തമാന ഭാവി കാലക്കരെ മുദാരിയായ ഫിഅലിന് മുമ്പിൽ ലം വരും. ലം എന്ന ഹർഫ് വരും. ഈ ലം എന്ന ഹർഫ് വന്നാൽ യഫ്അലു എന്നതിന് അത് ആ ലം വന്നത് കാരണത്താൽ ഈ ഫിഅൽ ലം യഫ്അൽ, ലം യഫ്അൽ ഉണ്ടാവും. എഫ്അൽ എന്നതിൻ്റെ അവസാനത്തിൽ മാറ്റം വന്നു ലം വന്നപ്പോൾ. അപ്പോൾ ലം എന്ന ഹർഫ് ഫിഅലിന് പ്രത്യേകമായി വരുന്നതാണ്, ഫിഅലിൽ ചേർന്ന് വരുന്നതാണ്. അത് ഫിഅലിൽ മാറ്റമുണ്ടാക്കും. അപ്പോൾ ഈ ഹർഫ് ഫിഅലിന് മുഖ്തസ്സായ പ്രത്യേകമായിട്ടുള്ള ഹർഫാണ്. ഫി എന്നുള്ളത് ഇസ്മിന് മുഖ്തസ്സായ ഹർഫാണ്. അത് ഇസ്മിൽ പ്രവർത്തിക്കും. ഉദാഹരണത്തിന് സെയ്ദുൻ എന്നുള്ളത് ഇസ്മാണ്. സെയ്ദുൻ ഇസ്മാണ്. ഫി അതിന് മുന്നിൽ വരും. ഫി എന്നതിന് മുമ്പിൽ സെയ്ദുൻ എന്നതിന് മുമ്പിൽ ഫി വന്നാൽ സെയ്ദിൻ്റെ അവസാനത്തിൽ അത് മാറ്റം ഉണ്ടാക്കും. ഫി സെയ്ദിൻ ഉണ്ടോ? അപ്പോൾ ഫി എന്നുള്ളത് സെയ്ദിൽ പ്രവർത്തിച്ചു, സ്വാധീനിച്ചു. ഫി എന്നുള്ളത് ഒരിക്കലും ഫിഅലിൽ വരില്ല, ഫിഅലിന് മുന്നിൽ വരില്ല. അത് ഇസ്മിന് മുഖ്തസ്സാണ്, ഇസ്മിന് മുഖ്തസ്സാണ്. അപ്പോൾ ഫി എന്ന ഹർഫ് അത് ഇസ്മിന് മുഖ്തസ്സാണ്. ലം എന്നുള്ളത് ഫിഅലിന് മുഖ്തസ്സാണ്, അത് ഫിഅലിൽ പ്രവർത്തിക്കും. ഫി എന്നത് ഇസ്മിൽ പ്രവർത്തിക്കും. അപ്പോൾ ഇത്തരം ഹർഫുകളെ, ഫി ലം പോലുള്ളതായ ഹർഫുകളെ മുഖ്തസ്സായ ഹർഫുകൾ എന്നാണ് പറയുക. മുഖ്തസ്സായ ഹർഫുകൾ. എവിടെ മുഖ്തസ്? ഒന്നുകിൽ ഇസ്മിൽ അല്ലെങ്കിൽ ഫിഅലിൽ. എന്നാൽ ഹൽ എന്നുള്ള ഹർഫ്, ഹൽ എന്നുള്ള ഹർഫ് അത് ഇസ്മിനോ ഫിഅലിനോ മുഖ്തസല്ല, പിന്നെ രണ്ടിനും കൂടി ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഹൽ പോലുള്ളത് ആ ഹർഫുകളെ ഗൈർ മുഖ്തസ് എന്ന് പറയും. ഗൈർ മുഖ്തസ് എന്ന് പറഞ്ഞാൽ ഇസ്മിന് പ്രത്യേകമല്ല, ഫിഅലിനും പ്രത്യേകമല്ല, ഇസ്മിനും ഫിഅലിനും ഒരുപോലെ മുന്നിൽ വരുന്നതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഹൽ എന്നുള്ളത്, ഹൽ ഇത് ഹൽ ഖാമ, ഹൽ ഖാമ സെയ്ദുൻ, സെയ്ദ് നിന്നിട്ടുണ്ടോ? അണ്ട, ഇവിടെ ഫിഅലിന് മുന്നിൽ ആര് വന്നു? ഹൽ വന്നു. ഇനി ഹൽ സെയ്ദുൻ നാജിഹുൻ, ഹൽ സെയ്ദുൻ നാജിഹുൻ. ഉണ്ടാ, സെയ്ദ് വിജയിച്ചവനാണോ എന്നാണ്. സെയ്ദ് വിജയിച്ചവനാണ്. ഇവിടെ നോക്കി, സെയ്ദ് എന്നുള്ളത് ഇസ്മാണ്, അതിനു മുമ്പിൽ ഹല്ല് വന്നു. ഖാമ എന്നത് ഫിഅലാണ്, അതിനു മുമ്പിലും ഹല്ല് വന്നു. അപ്പോൾ ഹൽ എന്നുള്ളത്
ഫെയിലിന് മാത്രം പ്രത്യേകമല്ല, ഇസ്മിന് മാത്രം പ്രത്യേകമല്ല, ഇസ്മിനും ഫെയിലിനും മുന്നിൽ ഒരുപോലെ വരും. മാത്രമല്ല ഹൽ വന്നപ്പോൾ ഈ ഫെയിലിലാകട്ടെ ഇസ്മിലാകട്ടെ വല്ല മാറ്റം ഉണ്ടാക്കിയോ? ഇപ്പോൾ ഹല്ല് വരാതെ തന്നെ ഖാമ സെയ്ദുൻ, സെയ്ദ് നിന്നു, സെയ്ദുൻ നാജിഹുൻ, സെയ്ദ് വിജയിച്ചവനാകുന്നു, ഇങ്ങനെയാണുള്ളത്. ഹൽ അതിന് മുമ്പിൽ വന്നപ്പോൾ ഈ ഖാമയ്ക്ക് വല്ല മാറ്റം വന്നോ? ഖാമ എന്നുള്ളതിൽ ഒരു മാറ്റമല്ല. സെയ്ദുൻ എന്നതിൽ വല്ല മാറ്റമുണ്ടോ? ഒരു മാറ്റമല്ല. അപ്പോൾ ഹൽ ഫെയിലിൻ്റെ മുന്നിൽ വരും, ഇസ്മിൻ്റെയും മുന്നിൽ വരും, അതിലൊരു മാറ്റം ഉണ്ടാക്കില്ല. അതുകൊണ്ട് ഹൽ പോലുള്ളതായ ഹർഫുകളെ കുറിച്ച് ഗൈർ മുഖ്തസ് എന്ന് പറയും, ഗൈർ മുഖ്തസായ ഹർഫുകൾ. എന്നാൽ ഫി മുഖ്തസാണ്, അത് ഇസ്മിൽ മുന്നിലേ വരൂ, അത് മാറ്റം ഉണ്ടാക്കും. ലം ഫെയിലിന് മുഖ്തസാണ്, അത് ഫെയിലിൽ മാറ്റം ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ ഗ്രന്ഥകാരൻ ഇവിടെ ഈ 3 ഉദാഹരണ ഹർഫിന് കൊണ്ടുവന്നത് ബോധപൂർവമാണ്. മുഖ്തസായ ഹർഫുകളെയും ഗൈർ മുഖ്തസായ ഹർഫുകളെയും അദ്ദേഹം ഉദ്ദേശിച്ചു. ഫെയിലിൽ സ്വാധീനിക്കുന്ന, ഇസ്മിൽ സ്വാധീനിക്കുന്ന ഹർഫുകൾ അദ്ദേഹം ഉദ്ദേശിച്ചു, സ്വാധീനിക്കുന്നതിനെ ഉദ്ദേശിച്ച് സ്വാധീനിക്കാത്തതിനെയും അദ്ദേഹം ഉദ്ദേശിക്കുകയുണ്ടായി. ഏതായാലും ഗ്രന്ഥകാരൻ പറയുന്നു, സിവാഹുമൽ ഹർഫു, ഇസ്മും ഫെയിലും ഒഴികെയുള്ളതെല്ലാം ഹർഫാകുന്നു. അല്ലെങ്കിൽ ഇസ്മിൻ്റെ അലാമത്തുകൾ, അടയാളങ്ങൾ സ്വീകരിക്കാത്തത്, ഫെയിലിൻ്റെ അടയാളങ്ങൾ സ്വീകരിക്കാത്ത അതൊഴികെയുള്ളതെല്ലാം അത് ഹർഫാകുന്നു. ഇതാണ് ഗ്രന്ഥകാരൻ പറയുന്നത്. തുടർന്ന് അദ്ദേഹം ഹർഫിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം ഇനി ഫെയിലിൻ്റെ ഇനങ്ങളെ എണ്ണുകയാണ്. ഫെയിലിൻ്റെ ഇനങ്ങളെ എണ്ണുകയാണ്. നമുക്കറിയാം ഫെയിൽ 3 തരമുണ്ട്, 3 തരം ഫെയിലുകളുണ്ട്. ഫെയിൽ 3 തരമുണ്ട്. ഒന്ന് ഫെയിൽ മുദാരിയ, മാദി, മുദാരിയ, ഫെയിൽ അംർ. അങ്ങനെ 3 തരം ഫെയിലുകളാണ്. ഫെയിലുകളെ തരംതിരിക്കുന്നതിൽ വ്യാകരണ പണ്ഡിതന്മാർക്ക് പല മാനദണ്ഡങ്ങളുണ്ട്. ഇവിടെ നമ്മുടെ ഗ്രന്ഥകാരൻ ഫെയിലുകളെ വേർതിരിച്ചറിയാൻ, നമ്മളിപ്പോൾ ഫെയിലുകളെ മൊത്തത്തിൽ തിരിച്ചറിയാനുള്ള അടയാളങ്ങളാണ് ബിത ഫഅൽത വഅതത് വയഫ്അലി വനൂനി അഖ്ബിലന്ന ഫഅലു യൻജലി എന്ന് പറഞ്ഞ എണ്ണിയത്. അത് മൊത്തം ഫെയിലുകളെ തിരിച്ചറിയാനുള്ള അടയാളമാണ്. എന്നാൽ ഫെയിലുകൾ മാദിയായ ഫെയിലുണ്ട്, മുദാരിയായ ഫെയിലുണ്ട്, അംറു ഫെയിലുണ്ട്. ഇവ ഓരോന്നിനെയും വേർതിരിച്ചറിയാനുള്ള അടയാളങ്ങളുണ്ട്. അപ്പോൾ ഫെയിലുകൾ തന്നെ മാദി, മുദാരി, അംർ എന്നീ വിഭജനത്തിൽ അവയെ അന്യോന്യം തിരിച്ചറിയാനുള്ള അടയാളങ്ങൾ അത് എണ്ണുകയാണ് ഇവിടെ ഇനി ഗ്രന്ഥകാരൻ, നമ്മുടെ കവി ഇബ്നു മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം മുദാരിയിൽ നിന്നാണ് തുടങ്ങുന്നത്. മുദാരിയെ തിരിച്ചറിയാനുള്ള അടയാളം പറഞ്ഞാണ് അദ്ദേഹം തുടങ്ങുന്നത്. മാദി ഭൂതകാല ക്രിയയാണ്, മുദാരി വർത്തമാന ഭാവി കാല ക്രിയയാണ്, അംർ കൽപ്പന ക്രിയയാണ്. മുദാരിയെ എങ്ങനെ തിരിച്ചറിയും? അതിനുള്ള അടയാളം എന്ത്? അതാണ് അദ്ദേഹം പറയുന്നത്. ഫിഉലുൻ മുദാരിഉൻ യലി ലം കയശം. ഫിഉലുൻ മുദാരിഉൻ, മുദാരിയാകുന്ന ഫിഉൽ, യലി അത് തുടർന്ന് വരും. ആരെ തുടർന്ന് വരും? ലമ്മിനെ. അപ്പം ലമ്മിനെ തുടർന്ന് വരും മുദാരിയായ ഫിഉൽ. മുദാരിയായ ഫിഉലിനെ തിരിച്ചറിയാനുള്ള അടയാളം അതാണ്. അപ്പം ഏതൊരു അറബി കലിമത്തിൽ ലം ചേർന്ന് വരുന്നുവോ അത് മുദാരിയായ ഫിഉലായിരിക്കും. എന്നിട്ട് ഗ്രന്ഥകാരൻ ഉദാഹരിക്കുകയാണ് കയശം. യശം എന്നുള്ള ഫിഉല് പോലെ. യശം എന്നുള്ളത് ശമ്മംതു, ഷമ്മ എന്ന ക്രിയയിൽ നിന്നാണ്. ഷമ്മ യശമ്മു എന്നും ഷമ്മ യശുമ്മു എന്നും പറയും. ഷമ്മ യശുമ്മു. അപ്പൊ യശും എന്നും പറയാം, യശം എന്നും പറയാം. ഏതായാലും ഈ ഷമ്മ എന്നതിൻ്റെ മുദാരിയായ ക്രിയയാണ്
മുദാരി ആയ വസനാണ് യശം അല്ലെങ്കിൽ യശും എന്നുള്ളത്. ഇതിനു മുമ്പിൽ ലം വരും. ലം യശും, അവൻ മണത്തിട്ടില്ല. ലം യശും, അവൻ മണത്തിട്ടില്ല. അപ്പോൾ ലം ഈ യശും എന്നതിന് മുമ്പിൽ വരുന്നത് കാരണത്താൽ യശും എന്നുള്ളത് മുദാരി ആയ ഫിഅലാണ് എന്ന് മനസ്സിലാക്കാനുള്ള അടയാളമാണ്. മുദാരി ആയ ഫിഅല്, മാദി ആയ ഫിഅല്, അംർ ഫിഅല്, ഇവയെ എങ്ങനെ തിരിച്ചറിയാം? അതിൽ അദ്ദേഹം മുദാരിയുടെ വിഷയം തുടങ്ങി. ഫിഅലുൻ മുദാരിഉൻ യലി ലം, മുദാരി ആയ ഫിഅല് അത് ലമ്മിനെ തുടർന്ന് വരും എന്ന് പറഞ്ഞാൽ മുദാരി ആയ ഫിഅലിന് മുന്നിൽ ലമ്മ് വരും. എന്നിട്ട് അത് മുദാരി ആയ ഫിഅലിനെ സ്വാധീനിക്കും, അതിലും പ്രവർത്തിക്കും. ഇപ്പം എഫ് അലു എന്നതാണ്, അല്ലെങ്കിൽ യഅമലു ഇതാണ് മുദാരി ആയ ഫിഅല്. മർഫൂആണ് ദമ്മ് കൊണ്ട്, ലു എന്നാണ്. പക്ഷേ ഇതിനു മുമ്പിൽ ലമ്മ് വന്നാൽ ഈ ലമ്മ് ഇതിൽ പ്രവർത്തിക്കും. ലം യഅമൽ, ലം യഅമൽ ഉണ്ടോ? അപ്പോൾ ഈ അമൽ എന്നുള്ളത് എന്താണ്? മുദാരി ആയ ഫിഅലാണ്. എന്തുകൊണ്ട്? ലം അതിൽ പ്രവർത്തിച്ചു, അതിന് മുന്നിൽ വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഫിഅലുൻ മുദാരിഉൻ യലി ലം. എന്നിട്ട് കയശും എന്ന് അദ്ദേഹം പറയുകയാണ്, യശം പോലെ. യശം എന്നുള്ളത് ഫിഅൽ മുദാരിയാണ്, അത് ലമ്മിനെ സ്വീകരിക്കും. യശമ്മു എന്നുള്ളത് യശം എന്ന് ലം വന്നാൽ വായിക്കും. ഇത് മുദാരിയായ ഫിഅലിനുള്ള അടയാളം. ഇനി ഇവിടെ ഒരു കലിമത്താണ് നമ്മൾ എഴുതുകയാണ്, ഒന്നുകൂടി മനസ്സിലാക്കാൻ. ഉഫിൻ, ഉഫിൻ എന്ന് പറഞ്ഞാൽ ഞാൻ പ്രയാസപ്പെടുന്നു, അല്ലെങ്കിൽ ഞാൻ ക്ലേശപ്പെടുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ ക്ലേശപ്പെടുന്നു, ഞാൻ പ്രയാസപ്പെടുന്നു, ഉഫിൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അർത്ഥം നോക്കൂ നിങ്ങൾ. ഉഫിൻ എന്നതിൻ്റെ അർത്ഥം അത് വർത്തമാന ഭാവി കാലക്രിയയാണ്. മുദാരിയായ ഫിഅലിൻ്റെ അർത്ഥമാണ് അതിനുള്ളത്. ഞാൻ പ്രയാസപ്പെടുന്നു, ക്ലേശപ്പെടുന്നു. അതേപോലെ തന്നെ ബഖിൻ എന്നുള്ളത്, ബഖിൻ എനിക്ക് നന്നായി തോന്നുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അസ്തഹ്സിൻ എന്നുള്ളത് നന്നായി തോന്നുന്നു. അർത്ഥം നോക്കുമ്പോൾ വർത്തമാന ഭാവി കാലക്രിയയുടെ അർത്ഥമാണ്. പക്ഷേ ഈ ഉഫിൻ എന്നുള്ളതും മുദാരിയായ ഫിഅലല്ല, ബഖീൻ എന്നുള്ളതും മുദാരിയായ ഫിഅലല്ല. എന്തുകൊണ്ട്? ഇതിൽ ലമ്മിനെ സ്വീകരിക്കൂല എന്നുള്ളതാണ്. ലം എന്നുള്ളത് ഇതിനെ ലമ്മിനെ ഈ ഉഫിൻ സ്വീകരിക്കൂല. ലം വന്നാലും ഉഫിൻ എന്നുള്ളത് ഉഫിൻ എന്ന് തന്നെയാണ്, അവസാനത്തിൽ ഒരു മാറ്റം വരില്ല. അതേപോലെ ലം ഇവിടെയും സ്വീകരിക്കൂല. ലം ബഖീൻ എന്ന് പറയില്ല. ലം വന്നാൽ ഈ ബഖ് എന്നുള്ളതിന്, ബഖീൻ എന്നുള്ളതിന് ഒരു മാറ്റം അവസാനത്തിൽ വരില്ല. അപ്പോൾ ഉഫിൻ എന്നുള്ളതിന് അർത്ഥം മുദാരിയായ ഫിഅലിൻ്റേതാണെങ്കിലും ബഖീൻ എന്നുള്ളതിന് അർത്ഥം മുദാരിയായ ഫിഅലിൻ്റേതാണെങ്കിലും ലമ്മിനെ സ്വീകരിക്കാത്തതിനാൽ ഇതെന്തല്ല? മുദാരിയായ ഫിഅലല്ല, ഇത് മുദാരിയായ ഫിഅലല്ല. ഇത് നമ്മൾ പറഞ്ഞു തൻവീനെ സ്വീകരിച്ചു. ബഖീൻ എന്നുള്ളത് തൻവീനെ സ്വീകരിച്ചു, ഉഫിൻ എന്നതും തൻവീനെ സ്വീകരിച്ചു. അതുകൊണ്ട് തന്നെ ഇത് ഇസ്മിൻ്റെ ഗണത്തിലാണ് എണ്ണ. നമ്മൾ പറഞ്ഞു ബിൽ ജർരി വ തൻവീനി, ജർറ് കൊണ്ട് തൻവീന് കൊണ്ട് ലിൽ ഇസ്മി തമ്മീസുൻ ഹസൽ, ഇസ്മിന് തമ്മീസ് ലഭിക്കുമെന്ന് പറഞ്ഞേ. അവിടെ തൻവീനെ സ്വീകരിച്ചതുകൊണ്ട് ഇത് ഉഫിൻ എന്നതും ബഖീൻ എന്നതും ഇസ്മിൻ്റെ ഗണത്തിലാണ്. ഇസ്മു ഫിഅൽ എന്നാണ് ഇതിനെ പറയുക. അസ്മായിൻ്റെ ഗണത്തിലാണ് ഇതിനെ എണ്ണുകയും ചെയ്യുക. എന്തുകൊണ്ട്? ലം എന്നതിനെ ഇത് സ്വീകരിക്കുന്നില്ല എന്നതിനാൽ. ഇസ്മു ഫിഅലിൽ നിന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് ഇവിടെ വഴിയേ വരും. അവിടെ നമുക്കത് ഒന്നുകൂടി തുടർന്ന് പഠിക്കാം. ഏതായാലും മുദാരിയായ ഫിഅലിനെ തിരിച്ചറിയുവാനുള്ള അടയാളം മുദാരിയായ ഫിഅൽ ലമ്മിനെ തുടർന്ന് വരും എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ലം അതിന് മുന്നിൽ വരും, എന്നിട്ട് ആ ലം എന്നുള്ളത് മുദാരിയായ ഫിഅലിൽ സ്വാധീനിക്കുകയും പ്രവർത്തിക്കുകയും അതിന് മുദാരിയായ ഫിഅലിന് ജസ്മ് ചെയ്യുകയും ചെയ്യും എന്നുള്ളതാണ്. മനസ്സിലായില്ലേ അതിൻ്റെ പ്രത്യേകത? ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനി ഫിഅലിനെ, മാദിയായ ഫിഅലിനെ തിരിച്ചറിയുക എങ്ങനെ
അംറ് ഫീലിനെ തിരിച്ചറിയൽ എങ്ങനെ, അത് തുടർന്ന് ഗ്രന്ഥകാരൻ പറയുന്നത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.